സച്ചിയാണെങ്കിൽ മദ്യപിച്ചായിരിക്കും കയറി വരുന്നുണ്ടായിരിക്കുക. ശ്രീകാന്ത് ഒളിച്ചോടി പോയതിന്റെ സങ്കടത്തില് മഹേഷുമായി പോയിട്ട് കള്ളു കുടിച്ച് ആകെ കുഴഞ്ഞാടിയിട്ടായിരിക്കും കയറി വരുന്നുണ്ടായിരിക്കുക. ഇത് കണ്ട് ആകെ ദേഷ്യത്തിലായിരിക്കും ചന്ദ്ര നിൽക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രവിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ സങ്കടാവുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു, ഇപ്പൊ സച്ചി ഇതുപോലൊക്കെ വരുമ്പോ അച്ഛന് ഭയങ്കര സങ്കടാവാണ്. എന്താടാ നീ ഇന്ന് കള്ളു കുടിച്ച് വന്നിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ സുധിയും കൂടെ കൂടുന്നുണ്ട്. അല്ലെങ്കിലും ഇവനെ പറഞ്ഞിട്ടെന്താ, ഇവന്റെ ഭാര്യ കാരണാ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നത്. ഇപ്പൊ ഇതാ ഇവൻ കള്ളും കുടിച്ച് വന്ന് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. സച്ചി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതേപോലെ തന്നെ സുധിയും പറയുന്നുണ്ട്. സുധിക്കിപ്പോ ഒരു കാരണം കൂടെ ഉണ്ടല്ലോ, രേവതി ഇങ്ങനെ ചെയ്ത കാരണം. സുധി നല്ല കണക്കിന് സച്ചിയോട് പറയാണ്. സച്ചിക്ക് എത്രയൊക്കെ രേവതിയോട് ദേഷ്യം ഉണ്ടെങ്കിലും രേവതിയെ കുറിച്ച് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുമല്ലോ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാ രവി പറയുന്നുണ്ട്, എടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നേ, ഒന്നും മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. കയ്യാങ്കളി വരെ ാണ്. പെട്ടെന്നായിരിക്കും ഇതൊക്കെ കണ്ട് ആകെ ടെൻഷൻ കൂടി നമ്മുടെ രവിക്ക് നെഞ്ചുവേദന വരുന്നത്. ഇത് കണ്ട് ചന്ദ്ര വേഗം ഓടി ചെല്ലുന്നുണ്ട്. രവിയേട്ടാ എന്താ പറ്റിയേ രവിയേട്ടാ, നെഞ്ഞു വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. എടാ നിർത്തടാ, അച്ഛന് വയ്യ എന്ന് പറയുമ്പോൾ സച്ചി വേഗം ഓടി വരുന്നുണ്ട്. അച്ഛാ എന്താ പറ്റിയേ, അച്ഛൻ എന്താ പറ്റിയ അച്ഛാ എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചന്ദ്ര പറയുന്നു. എല്ലാവരും ചേർന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. എന്നാ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യണം. ഏകദേശം ഒരു 4 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഇത്രയും വലിയ തുക എവിടുന്നാ നമ്മൾ ഉണ്ടാക്കുക എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര തന്നെ പറയാണ്, വീടിന്റെ ആധാരം രേവതിയുടെ കയ്യിലല്ലേ അച്ഛൻ കൊടുത്തിരിക്കുന്നത്. സച്ചി നീ പോയിട്ട് ആധാരം എടുത്തിട്ട് വാ, എന്നിട്ട് പണയം വെക്ക്, എന്നിട്ട് 4 ലക്ഷം രൂപ വാങ്ങിയിട്ട് വാ. പെട്ടെന്ന് വേണം, അച്ഛന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാ, നീ പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ സച്ചി ഓടിപ്പോയി ആധാരം തിരയാണ്. അലമറയിലൊന്നും ആധാരം കാണുന്നില്ല. ടെൻഷനോടുകൂടി എല്ലായിടത്തും സച്ചി തിരയാണ്. രേവതിയെ ഫോൺ ചെയ്യുന്നുണ്ട്, ഫോണിലോട്ട് കിട്ടുന്നില്ല. അങ്ങനെ സച്ചി ആകെ ടെൻഷനിലായിരിക്കും. നേരെ രേവതിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വീടൊക്കെ അടച്ച് എല്ലാവരും എങ്ങോട്ടോ പോയി കാണും. എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട്, സച്ചി എന്തായടാ കിട്ടിയോ, പൈസ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മേ അവിടെ ഇല്ല, ആധാരം കാണുന്നില്ലെന്നോ, നിന്റെ ഭാര്യയ്ക്കല്ലേ അച്ഛൻ കൊടുത്തത്. എനിക്ക് സംശയം ഇതാ ഇവനെയാ. സുധി കളിക്കാൻ നിൽക്കരുത്, അച്ഛന്റെ ജീവൻ വെച്ചിട്ടാ നീ ആധാരം എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ തായെന്ന് സച്ചി ചോദിക്കുകയാണ്. സുധി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ആധാരം എടുക്കുന്നേ, ഞാനൊന്നും എടുത്തിട്ടില്ല. എടാ കളിക്കല്ലേ, അച്ഛന് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം, നീ ആധാരം എന്താ. എടാ ഞാൻ എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, നിന്റെ ഭാര്യയ്ക്കല്ലേ ആധാരം കൊടുത്തത്, പിന്നെ എന്നോടാണോ ചോദിക്കാം. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ ഭാര്യയ്ക്കാ അച്ഛൻ ആധാരം കൊടുത്തിട്ടുള്ളത്. എവിടുന്നാന്ന് വെച്ചാ അവളെ തേടി പിടിച്ച് തിരികെ വാങ്ങിച്ചോളണം. എന്നിട്ട് വേഗം പോയിട്ട് പൈസയായിട്ട് വാ എന്ന് പറഞ്ഞ് വീണ്ടും സച്ചിയെ വിടുകയാണ്. സച്ചി രേവതിയെ വിളിച്ചിട്ടും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ നേരെ ഫിനാൻസ് ഓഫീസിലോട്ട് പോകണം. ഓഫീസിൽ പോയിട്ട് അയാളടുത്ത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് പെട്ടെന്നൊരു ഓപ്പറേഷൻ്റെ കാര്യം ഉണ്ട്, അതുകൊണ്ടൊരു 4 ലക്ഷം രൂപ വേണമെന്ന്. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ പലചരക്ക് കടയാണോ, നിനക്ക് എടുത്തു തരാൻ നീ വീടിൻ്റെ ആധാരോ നിന്റെ കാറിൻ്റെ ആർസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താ, എന്നാൽ ഞാൻ പൈസ തരാം. അയ്യോ അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല, എൻ്റെ ഭാര്യയുടെ കയ്യിലാ വീടിൻ്റെ ആധാരം, അവളെ ഇപ്പം കാണുന്നില്ല, അതുകൊണ്ടാ ഇപ്പം എനിക്ക് 4 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞാൻ ആധാരം അവളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരാം, നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും പൈസ ഞാൻ തരില്ല. നിന്റെ അച്ഛൻ അവിടെ കിടന്ന് ചത്താലും ഈടായിട്ട് എനിക്ക് എന്തെങ്കിലും തരാതെ ഞാൻ ആ പൈസ തരില്ല എന്ന് അയാൾ പറയുമ്പോൾ ഇക്കാര്യം പറയുമ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി നേരെ അയാളെ കോളറിൽ കയറി എനിക്ക് പിടിക്കുകയാണ്. നീ എന്താടാ പറഞ്ഞ്, എൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞ് സച്ചി അയാളെ തല്ലുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഒരു മാർഗവും സച്ചിയുടെ മുൻപിൽ കാണില്ല. സച്ചി എങ്ങനെ സ്വന്തം കാറ് വിൽക്കുക എന്ന് തീരുമാനിക്കുകയാണ്. കാറാണെങ്കിൽ വർക്ക്ഷോപ്പിലായിരിക്കുമല്ലോ. അങ്ങനെ ആ കാറ് വേറൊരാൾക്ക് മറിച്ച് വിൽക്കാണ്. കിട്ടിയ പൈസ ഓപ്പറേഷന് തികയാതെ വരുമ്പോ നേരെ ചന്ദ്രയുടെ അടുത്തോട്ട് ചെല്ലാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തായി കിട്ടിയോ, ആധാരം കിട്ടിയോ, പൈസ റെഡിയായോ എന്നൊക്കെ ചന്ദ്ര കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അമ്മേ ഞാൻ അവളെ കണ്ടില്ല, ഞാൻ എൻ്റെ വണ്ടി വിറ്റു, എന്നാലും പൈസ തികയില്ല എന്ന് തോന്നുന്നേ. അമ്മ എന്താ ഇനി ചെയ്യാ. അങ്ങനെ ചന്ദ്ര കയ്യിലും കഴുത്തിലുള്ള സ്വർണ്ണങ്ങളെല്ലാം സച്ചിക്ക് ഊരി കൊടുക്കാണ്. സച്ചിക്കാണെങ്കിൽ ഒരുപാട് സങ്കടാവുന്നുണ്ട്. ഈ കൂട്ടത്തില് ശ്രുതിയും വളയൊക്കെ ഊരി കൊടുക്കാൻ നേരത്തെ സച്ചി പറയുന്നുണ്ട്, വേണ്ട നീ ഊരണ്ട, ഇത് തന്നെ ധാരാളം എന്നും പറഞ്ഞ് സച്ചി അത് പണയം വെക്കാനായിട്ട് പോവാണ്. അങ്ങനെ പൈസ കിട്ടി നേരെ ഓപ്പറേഷൻ അടയ്ക്കാണ്. രവിക്ക് എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.